നിങ്ങൾ രണ്ടുപേരും ആകാശിന്റെയും ആര്യന്റെയും ഭാര്യമാരായി വന്നത് എനിക്കിഷ്ടപ്പെട്ടൊന്നും ആയിരുന്നില്ലെന്ന് അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ഉദാഹരണം പോലെ പറഞ്ഞു പോയതാ. അങ്കിൾ എന്തായി പറയുന്നേ? അച്ഛാ, ഞങ്ങൾ ഇതൊക്കെ തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ. അതെ, അങ്ങനെ തമാശയായിട്ട് എടുക്കേണ്ട കാര്യമല്ല. നിങ്ങൾ 3 പേരും, ദേവിയും മിത്രയും മീനാക്ഷിയും, ഈ വീടിന്റെ 3 വിളക്കുകളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വെളിച്ചത്തിലാ ഈ വീട് സന്തോഷമായിട്ട് പോകുന്നേ. നിങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് എന്റെ ഇഷ്ടത്തോടെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾക്കപ്പുറം ഇഷ്ടം തരുന്ന മക്കളെ എനിക്ക് വേറെ കിട്ടില്ലായിരുന്നു. എങ്കിൽ ശരി, നിങ്ങളുടെ പണി നടക്കട്ടെ. ധർമ്മ, ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. എന്താ ഏട്ടാ? അനുശ്രീയുടെ കാര്യ വെറും പാവ, നല്ല കുട്ടിയാ, മര്യാദക്കാരിയാ, അങ്ങനെയൊക്കെ അവളെ കുറിച്ച് കേട്ടിരുന്നേ. സത്യത്തില് അവൾ ആളെങ്ങനെയാ? എന്താ എന്താ കാര്യം? നീ ചോദിച്ചതിന് ഉത്തരം പറ. വെറും പാവാട്ടാ. സത്യത്തിൽ അലോക് മുൻപ് ഇത്രയും ദ്രോഹിച്ചിട്ടും അവൾ അലോകിനോടുള്ള പ്രേമം മനസ്സിൽ വെച്ചിരുന്നല്ലോ. അലോകിനെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഏട്ടന്റെ ഭാഗ്യ ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയത്. ഭാഗ്യം? എടാ ധർമ്മ, അവള് വലിയൊരു പ്രശ്നക്കാരിയാ. ഏട്ടാ, ബാക്കി ആരെപ്പറ്റി കുറ്റം പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും. അനുമോളെ കുറിച്ച് മോശം സംസാരിക്കരുത്. എടാ മോനെ, വീട്ടിൽ സർവത്ര അലങ്കോലം ഉണ്ടായിക്കൊണ്ടിരിക്കുക. വല്ല ബാധയും കൂടിയിട്ടുണ്ടെന്ന എന്റെ സംശയം. ഇപ്പൊ തന്നെ ആ മുറിയിൽ ഒച്ചപ്പാട് കേട്ടിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്? അതെന്തായിരുന്നു? അത് റൊമാൻസ്. റൊമാൻസ് മാങ്ങാത്തൊലി. എടാ, അനുശ്രീ അലോകിനെ ഇടിച്ചു ചുരുട്ടി കൂട്ടിയതിന്റെ നിലവിളിയാ കേട്ടത്. അയ്യോ അതേടാ, ഞാനൊന്ന് ചോദിക്കട്ടെ, സ്നേഹം കൂടുമ്പോ ഏതെങ്കിലും ഒരു ഭാര്യ സാമ്പാർ എടുത്ത് ഭർത്താവിന്റെ തലയിൽ ഒഴിക്കുവോ? എന്തോന്നെടുത്ത് ഒഴിക്കുവോന്ന്? സാമ്പാർ ഇല്ല, ഒഴിക്കില്ല. എന്നാ ഇവിടെ ഒഴിച്ചു. എടാ, ഒരു പാത്രം സാമ്പാർ എടുത്ത് അനുശ്രീ എന്റെ മോന്റെ തലയിൽ ഒഴിച്ചു. അവൻ പൊള്ളി ഊപ്പാട് വന്നു. ഏട്ടാ, എനിക്കിത് വിശ്വാസമാവുന്നില്ല. നിന്നാണ് ധർമ്മ, ഞാൻ കള്ളം പറയുന്നതല്ല. അവള് പക വീട്ടാനായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈ ഏട്ടനൊന്നും ചുമ്മാ ഇരിക്കുന്നുണ്ടോ? പക വീട്ട അനുശ്രീ വരുന്നു. പക വീട്ടൻ ആര്യം വന്നെന്നോ ആകാശ് വന്നെന്നോ പറ, അത് ഞാൻ അംഗീകരിക്കാം. ഇത് അനുശ്രീ തല്ല് കാണുമ്പോ തന്നെ തലകറങ്ങി വീഴുന്ന പെണ്ണ്. പാവ, അവളെ കുറിച്ച് ഇങ്ങനെ പറയല്ലേ ഏട്ടാ. 2 ദിവസത്തിനകം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിനക്ക് മനസ്സിലാവും. എടാ, എന്റെ മനസ്സ് പറയുന്നത് എന്താണെന്ന് അറിയോ? എന്താ? നമ്മുടെ കുടുംബം കുളം കോരാനായിട്ട് ബാലൻ അയച്ചതാ അവളെ. അതേടാ, മോളുടെ ജീവിതം കുട്ടിച്ചോറായാലും ശരി, നമ്മുടെ തറവാട് നശിപ്പിക്കണമെന്ന് ആ ബാലന്റെ മനസ്സില്. പക്ഷേ അവൻ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്നവനാ ഞാൻ. നോക്കിക്കോ, അവളെ ഇവിടെ അധികം വാഴാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയ ബാലനായിരിക്കും അത് കൊള്ളുന്നേ. ബാലന്റെ കണ്ണീര് കണ്ട എന്റെ പക അവിടെ അവസാനിക്കും. അയ്യോ ഏട്ടാ, ദേ അങ്ങനെ കടുങ്കയൊന്നും ചിന്തിക്കല്ലേ. വേണ്ട വേണ്ട, നീ ന്യായമൊന്നും പറയണ്ട. നിന്നെ ആട്ടിയിറക്കിയവനാ ബാലൻ. അവനോടെ ഒരു സഹതാപവും കാണിക്കണ്ട. ഞാൻ എന്തായാലും അനുശ്രീയോടൊന്നും സംസാരിക്കട്ടെ. ഇത് ഞാൻ കൈകാര്യം ചെയ്യാം. ധർമ്മ, കടയിലെ ആ പണം വാസ്തവത്തിൽ ആരാടാ മോഷ്ടിച്ചത്? എനിക്കും അതാ മനസ്സിലാവാത്ത. ഏതു വഴിക്കായിരിക്കും പണം പോയത്?
മാമാ എടാ ഏ ആ വെച്ചായിരുന്നു. എടാ ആകാശേ, ധർമ്മമാമൻ കൃഷ്ണമംഗലത്തേക്ക് പോയി. ഇനി നമ്മള് അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കടയിൽ ആ പണം, എടാ അതെങ്ങനെയായിരിക്കും നഷ്ടപ്പെട്ടത്? ധർമ്മമാമൻ എടുക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാ. രാമേട്ടനത് ചെയ്യില്ല. പിന്നെ എവിടെ പോയതായിരിക്കും ആ കാശ്? അതും 1-2 അല്ല, 25,000 രൂപ. ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. മുമ്പ് 1-2 തവണ ഞാൻ പൈസ എടുത്തിട്ടുണ്ട്. ഞാനത് പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ എന്തായാലും ചേട്ടാ, ആ, അല്ല കടയിലെ പണം എങ്ങനെയായിരിക്കും നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കായിരുന്നു. ഇപ്പോഴത്തെ ചില മോഷണങ്ങളുണ്ടല്ലോ, അടുപ്പക്കാരായിട്ട് അഭിനയിച്ച് കാശടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ ആരെങ്കിലും വന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ട് കാശടിച്ചോണ്ട് പോയതാണോ? ആ അതെ, പത്രങ്ങളിലും ടി വിയിലും ഒക്കെ കാണാറുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ. ആകാശേ, അങ്ങനെ ആരെങ്കിലും ചുറ്റിപ്പറ്റി നിന്ന് അവിടെ കടയിൽ നിന്ന് എടുത്തോണ്ട് പോയതായിരിക്കോ? അങ്ങനെ ഏയ് ഇല്ല, അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഉദയഭാനു സാറ് വന്നിരുന്നു, പക്ഷേ വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ഏയ് ഇല്ല, അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഉദയഭാനു സാറ് വന്നിരുന്നു, പക്ഷേ വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല. ഈ ഉദയഭാനുകൾ കടയിൽ വരുന്നെന്ന് ദേവി പറഞ്ഞിരുന്നല്ലോ. ദേവി കടയിലിരിക്കുന്നതിന് അങ്കിളിന് ചെറിയ വിഷമമുണ്ടെന്നാ തോന്നുന്നേ, അല്ലേ? ചിലപ്പോ മനസ്സിനൊരു പ്രയാസം തോന്നും. ഒരു വലിയ ബിസിനസ്സുകാരനല്ലേ ഉദയഭാനു അങ്കിള്. അപ്പൊ മകള് കടയിലെ സ്റ്റാഫിനെ പോലെ നിൽക്കുന്നതില് വിഷമം കാണും. പക്ഷെ ദേവിയടുത്തേക്ക് അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഈ ഉദയഭാനു സാറും അങ്ങനെ തന്നെയാ. ചിലപ്പോൾ പുള്ളി സ്റ്റാഫിനെ പോലെ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കും, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കും. പുള്ളിക്ക് ഇതൊക്കെ ഒരു രസം പോലെയാ. ഓ, ദേവിയുടെ അച്ഛൻ ക്യാഷ് കൗണ്ടറിലും ഇരിക്കും. ഇന്നലെ ആ പണം പോയത് നമ്മുടെ അച്ഛന്റെ അശ്രദ്ധ കൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ ബലിയാടായത് ധർമ്മമാമനാ. ആ, മാമനെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ശരി മീനു, ഞാൻ ഇറങ്ങാം. അല്ല, ഏട്ടൻ കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു. നീ കഴിക്കാം. ശരി. ആകാശേ, ഇനി മുതൽ കടയിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഇനി കൃത്യമായ തെളിവുണ്ടാക്കണം. അന്വേഷണം ദേവിയുടെ അടുത്തുനിന്നല്ല, അവളുടെ അമ്മയിൽ നിന്ന് വേണം തുടങ്ങാൻ. ഹലോ ആന്റി, ഞാനാ. ഇവന് വരാൻ കണ്ട സമയം. ആ, അല്ല ആന്റി ഒരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുവാണെന്ന് തോന്നുന്നല്ലോ. ഒരുപാട് കിറ്റുകള്. അല്ല, സാധാരണ ഓട്ടോയിൽ നടന്നൊക്കെയാണല്ലോ, ഇതിപ്പോ എന്താ ടാക്സിയിലായോ? മോനെ, ഉദയേട്ടനെ ആരോ കൊടുക്കാനുള്ള കുറച്ച് കാശ് കിട്ടിയായിരുന്നു. ആ, അത് കൊള്ളാം. അല്ല, കാശ് ഇന്നാണോ കിട്ടിയേ? അല്ല, ഇന്നലെ കിട്ടിയായിരുന്നു. അപ്പൊ കുറച്ച് തുണിയും സാധനങ്ങളും ഒക്കെ വാങ്ങാൻ വേണ്ടി ഉദയേട്ടൻ എനിക്ക് കുറച്ച് കാശ് തന്നായിരുന്നു. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നല്ലേ, അതുകൊണ്ടേ ഞാൻ ഒരു AC ടാക്സി വിളിച്ചിങ്ങി പോന്നു. ഈ മഴയത്തും തണുപ്പത്തും ഒക്കെ AC കാറി പോകുന്നത് തന്നെയാ നല്ലത്. ഞങ്ങളുടെ കഷ്ടകാലമൊക്കെ മാറിയെന്ന മോനെ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ മുന്നേം കാശ് പോയതിന്റെ ഉത്തരവാദി അയാള് തന്നെ. എന്തായാലും എല്ലാം നന്നായിരിക്കട്ടെ. ഞാനേ ഒരു ക്ലയന്റിനെ കാണാൻ വന്നയാ. അപ്പോഴും ഞാൻ ആന്റിയെ കണ്ടേ. അത് ഞാനൊന്ന് സംശയിച്ചു, ആന്റി ആണോന്ന്. അല്ല, എന്താ ആന്റിക്കൊരു വിഷമം പോലെ? അല്ല മോനെ, ദേവിയുടെ കാര്യത്തിലെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തെന്ന് മോൻ പറഞ്ഞിരുന്നു. അവളിപ്പം ഗോമതി സ്റ്റോറിൽ ഇരിക്കുക. അവിടുന്ന് മാറ്റണോന്ന് ഉദയേട്ടനോട് മോൻ കർശനമായിട്ട് സൂചിപ്പിച്ചിരുന്നല്ലോ. മോനെ
മോനെ കണ്ടപ്പോ ഞാൻ അതെല്ലാം കൂടി ഒന്ന് ആലോചിച്ചു. അറിയാതെ എന്റെ മനസ്സിൽ പേടിയും വന്നുപോയി. എന്റെ മോളല്ലേ, എന്തൊക്കെയായാലും മക്കൾക്ക് വിഷമം വരുന്നത് അമ്മമാർക്ക് താങ്ങുമോ? ആ അത് നേരെ. അത് അങ്കിളിനോട് ഞാൻ കുറേ ദിവസമായിട്ട് പറയുക, കടയിൽ ചെന്ന് ദേവി ഒന്ന് കാണണം, കർശനമായിട്ട് തന്നെ സംസാരിക്കണമെന്ന്. എന്തു വന്നാലും ദേവിയെ കടയിൽ വരാൻ അനുവദിക്കരുതെന്ന്. എന്ത് ചെയ്യാനാ, അതൊന്നും നടന്നിട്ടില്ലെന്നേ. അയ്യോ മോനെ, ഉദയേട്ടന് ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകുന്നുണ്ട്. ആണോ? കൊള്ളാം കൊള്ളാം. ഇന്നലെയും പോയിരുന്നു. പോയി കുറേ നേരം അവിടെ ഇരിക്കും. പക്ഷെ അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ലെന്നാ ഉദയേട്ടൻ പറയുന്നേ. ഓ അങ്ങനെയാണല്ലേ. ആ അതെ മോനെ. ആ അതെ ആന്റി, കുറച്ച് താമസിച്ചാലേ അവളെ കടയിൽ നിന്ന് മാറ്റാൻ പറയണേ. ആ അത് ഉറപ്പാ. ഉദയേട്ടനെ ഏറ്റതാ. എങ്ങനെയും കരഞ്ഞോ കാലു പിടിച്ചോ ദേവിയെ കടയിൽ വരാതാക്കും. സന്തോഷമായി. മോളെ കടയിൽ നിന്ന് മാറ്റാം, പക്ഷെ മോൻ അവളെ വിഷമിപ്പിക്കരുത്. മോൻ പറഞ്ഞില്ലേ അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവിടുമെന്ന്, അത് ചെയ്യരുത് മോനെ. ഞാൻ തൊഴുകൈയോട് അപേക്ഷിക്കുക. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഞങ്ങൾ സത്യങ്ങൾ മറച്ചു വെച്ചത് ഓർമ്മിപ്പിച്ചിട്ടോ നീ അവളെ ദുഃഖിപ്പിക്കരുത്. ഒന്നാമതേ വിദ്യയ്ക്ക് ആലോചനകൾ വരുന്ന സമയമാ. അങ്ങനെയാണോ? അല്ല വിദ്യ ഇപ്പൊ പഠിക്കുകയല്ലേ? അല്ല, തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട പയ്യനാ. അങ്ങനെ അവൻ ഒരു ബ്രോക്കർ വഴി ആലോചിച്ചിരിക്കുക. കാര്യങ്ങളൊന്നും ആയിട്ടില്ല, എന്നാലും അത് മുന്നോട്ട് പോകുമ്പോ ചേച്ചിയുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ഉള്ള അറിവ് ചെറുക്കൻ വീട്ടുകാർക്ക് കിട്ടിയ പിന്നെ അത് പ്രശ്നമാവും. അല്ല അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി ആന്റി, ആന്റി വയ്ക്കൂ. ശരി മോനെ. അല്ല ഈ കാശൊക്കെ കിട്ടി തുടങ്ങിയ സ്ഥിതിക്ക് സൂക്ഷിച്ചു വേണം ചെലവാക്കാനെന്ന് അങ്കിളോട് ആര് പറയണം. ഓ അത്രേ ഉള്ളൂ മോനെ. കിട്ടുന്ന കാശൊക്കെ എന്റെ കയ്യിൽ അപ്പോഴേ ഏൽപ്പിക്കും. ഇടയ്ക്ക് ഒരു 2000 കിട്ടിയായിരുന്നു, ഇപ്പൊ വലിയ തുകയും കിട്ടി. ഇനിയും കാശൊക്കെ കിട്ടാനുണ്ടെന്ന ഉദയേട്ടൻ പറയുന്നേ. ശരി ആന്റി, നടക്കട്ടെ. അപ്പൊ ശരി മോനെ. ഓക്കെ ഡ്രൈവർ, വേഗം വണ്ടി വിട്ടോ. അത് ശരി, ഇപ്പൊ കപ്പലിൽ കിടന്നുറങ്ങിയ കള്ളനെ കൃത്യമായി പിടികിട്ടി. ഇനി കൃത്യമായ തെളിവ് സഹിതം പൂട്ടണം. അയാള് കാരണം ഞങ്ങളുടെ ധർമ്മമാമൻ അകന്നു പോയത്. എന്റെ കുടുംബത്തെ വഞ്ചിച്ചു. അയാൾക്ക് മാപ്പില്ല, അവൾക്ക് മാപ്പില്ല. എന്താ? 1 കിലോ പഞ്ചസാര വേണം. ഇപ്പൊ എടുത്തരാവേ. എത്ര? 40 രൂപ. ബാക്കി തരാവേ. ശരി. രാമേട്ടാ വേണ്ട, എന്നോടൊന്നും സംസാരിക്കണ്ട. അവൻ വരട്ടെ. ഇന്ന് രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ ഉള്ളൂ. രാമേട്ടാ, ബാലച്ചൻ അങ്ങനെ മാമനെ മനഃപൂർവ്വം കള്ളനാക്കാൻ നോക്കിയതല്ലാന്ന്. ദേവി, നിനക്ക് തോന്നുന്നുണ്ടോ അവൻ പൈസ മോഷ്ടിക്കുമെന്ന്? മാമ മോഷ്ടിക്കില്ല, പക്ഷെ ഇതെന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ആരെ സംശയിച്ചാലും അവൻ ധർമ്മനെ സംശയിക്കാൻ പാടില്ലായിരുന്നു. 2 ശരീരവും ഒരു മനസ്സുമായി കഴിഞ്ഞ ആൾക്കാരില്ലേ? 25,000 രൂപയ്ക്ക് വേണ്ടി ധർമ്മനെ പോലെ ഒരാളെ കള്ളനാക്കുക എന്ന് പറഞ്ഞ ഇതറിഞ്ഞപ്പോ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. രാമേട്ടാ, മാമൻ ആ പണം എടുത്തുവെന്ന് ബാലച്ചൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സുകന്യേച്ചിക്ക് 25,000 രൂപയുടെ വാച്ച് വാങ്ങിക്കൊടുക്കാനുള്ള പണം മാമൻ എവിടുന്നാ കിട്ടിയേ? അത്രേ ബാലച്ചൻ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യം മാമൻ തെറ്റിദ്ധരിച്ചതാ. അവിടുന്ന് ആ കുഴപ്പങ്ങള് മൊത്തം ഉണ്ടായത്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ബാലിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തി ഒരു വാക്ക് പറഞ്ഞാൽ
അവരോട് വഴക്കിടുന്നവനാ ധർമ്മൻ. ബാലൻ എന്തു പറഞ്ഞാലും ചിരിച്ചോണ്ട് അവൻ അതൊക്കെ കേട്ടു നിൽക്കും. അങ്ങനെ ഒരുത്തൻ ബാലനെ തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണോ? രാമേട്ടാ, ബാല, നീ കട തുടങ്ങുന്ന കാലം മുതലേ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ധർമ്മനോട് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ബാല. ഇനി ഇവിടെ തുടരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പോവാ. നിന്നെ കണ്ടൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നതാ ഞാൻ. രാമേട്ടാ, എന്താ രാമേട്ടാ? രാമേട്ടനും എന്നെ മനസ്സിലാവുന്നില്ലേ? എനിക്ക് ആരെയും മനസ്സിലാവുന്നില്ല. ഞാൻ പോവാ. എനിക്ക് പറയാനുള്ള ഒന്ന് കേട്ടിട്ട് രാമേട്ടൻ പൊയ്ക്കോ. രാമേട്ട, നിങ്ങൾക്കറിയാലോ, അവൻ എന്റെ മൂത്ത മകനാ. അവൻ തെറ്റ് ചെയ്താൽ തിരുത്തേണ്ടത് എന്റെ കടമയാ. അതാ ഞാൻ ചെയ്തത്. എന്തടിസ്ഥാനത്തിലാ ധർമ്മം മോഷ്ടിച്ചു നീ പറയുന്നത്? നിന്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? രാമേട്ട, ധർമ്മനെ സംശയിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് കാരണം? എന്ത് കാരണങ്ങളാ ബാല അവനെ സംശയിക്കാൻ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്? അതെനിക്കറിയണം. രാമേട്ട, ഇന്നലെ വൈകുന്നേരം ഞാൻ കടയിലേക്ക് വരുമ്പോൾ കാണുന്നത് അവൻ വെപ്രാളത്തിൽ ഈ മേശയുടെ ഡ്രോയ് അടച്ചിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന. അല്ല, ആ സമയത്ത് രാമേട്ടനോട് ഉണ്ടായിരുന്നല്ലോ. എവിടെ പോകുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോ അവൻ എന്തായിരുന്നു മറുപടി പറഞ്ഞത്? എന്താടാ? എനിക്കൊരു സ്ഥലം വരെ പോകണം. അതിനുള്ള ഓട്ടോ കൂലി എടുത്തതാ. നിനക്കെന്താ ആകെ മൊത്തത്തിലൊരു വെപ്രാളവും പരവേശവും ഒക്കെ? ഏയ്, ഒന്നുമില്ല. പറയടാ, എവിടെയാ പോകുന്നത്? അതൊന്നുമില്ല, ഞാൻ പിന്നെ പറയാം. ഇവനെന്താ കാല് വന്ന നായെ പോലെ ഇമാതിരി ഓടുന്നത്? ഇവിടുന്ന് എങ്ങോട്ടാ? എങ്ങോട്ടാണെന്ന് എന്നോട് പറഞ്ഞില്ല. പക്ഷേ എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആ സംഭവത്തിന് നിങ്ങൾ രണ്ടുപേരും സാക്ഷികളല്ലേ? അന്ന് വൈകിട്ടാണ് സുകന്യയ്ക്ക് 25,000 രൂപയുടെ വാച്ചവൻ വാങ്ങിക്കൊടുക്കുന്നത്. രാമേട്ട, അവന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. 25,000 രൂപ അവൻ ഇവിടുന്ന് എടുത്തതിൽ എനിക്ക് ഒരു പരാതിയില്ല. അവൻ എത്ര വേണമെങ്കിലും ഈ കടയിൽ നിന്ന് എടുക്കാം. ഇത് അവന്റെ കൂടി കടയല്ലേ? എപ്പോഴെങ്കിലും ഞാൻ ഈ ഡ്രോ പൂട്ടിക്കൊണ്ടു പോകുന്ന രാമേട്ടൻ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ? നിങ്ങളിലുള്ള എന്റെ വിശ്വാസം കൊണ്ടാ. ആ 50,000 രൂപ 2 കെട്ടായിട്ട് ഡ്രോയിലല്ല, ഈ മേശയുടെ മുകളിലാണ് വെച്ചത്. വേറെ ആരെങ്കിലും ആണെങ്കിലേ അത് ഡ്രോയ്ക്ക് അകത്തല്ലേ വെക്കൂ. ഞാനത് ചെയ്യാതിരുന്നത് ഇവിടെയുള്ളത് എന്റെ ആൾക്കാരാണെന്നുള്ള വിശ്വാസം കൊണ്ടാ. രാമേട്ട, എന്റെ ആ വിശ്വാസത്തിന് നേരിട്ട തകർച്ചയാണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാതെ 25,000 രൂപ അല്ല രാമേട്ട. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സുകന്യയുടെ നിർബന്ധത്തിൽ അവൻ ചെയ്തു പോയതായിരിക്കും. ഞാൻ അവനെ തിരുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ രാമേട്ട. ഞാൻ തെറ്റിയുമ്പോൾ രാമേട്ടൻ എന്നെ തിരുത്താറില്ലേ? അതുപോലെ അവനോടുള്ള സ്നേഹം കൊണ്ട് ധർമ്മനെ തിരുത്താൻ ഞാൻ ശ്രമിച്ചു. ഇതാ രാമേട്ട സംഭവിച്ചത്. എന്നെ രാമേട്ടന് മനസ്സിലാവുന്നില്ലെങ്കിൽ രാമേട്ടൻ പൊയ്ക്കോ. അഞ്ച് കിലോ അരി വേണം. വടിയരിയാണോ പൊന്നിയരിയാണോ? വടിയരി മതി രാമേട്ടാ.
നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നീ ഒളിച്ചു നടക്കുകയാണല്ലേ? അമ്മ എന്താ അങ്ങനെ പറയുന്നേ? ഞാനെന്തിനാ അമ്മയെ ഒളിച്ചു നടക്കുന്നേ? ഗോമതി, ധർമ്മൻ എന്റെ വയറ്റിലാ പിറന്നത്. അവനെ വളർത്തിയത് നീയും. എന്ന് വച്ചാ നമ്മൾ രണ്ടുപേരും ഒരു തരത്തിൽ അവന്റെ അമ്മമാരാ. എനിക്കും നിനക്കും അറിയാവുന്ന ധർമ്മൻ പണം മോഷ്ടിക്കുന്നവനാണോ? പറ. അമ്മേ, അവൻ പൈസ എടുത്തോന്ന് ആരും പറഞ്ഞിട്ടില്ല. പറയണ്ട. സംശയിച്ചില്ലേ? ഇനി അവനായിരിക്കോ എന്ന് മനസ്സിലെങ്കിലും ഒന്ന് ആലോചിച്ചില്ലേ? സ്വാതന്ത്ര്യം എടുത്ത് അവനോട് എന്തെങ്കിലും പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ശരി, അവനെ സംശയിച്ചതുപോലെ നീ ആകാശിനെ സംശയിച്ചില്ലല്ലോ. നിന്റെ മറ്റു മക്കളെ സംശയിച്ചില്ലല്ലോ. അമ്മയുടെ ന്യായങ്ങൾക്കൊന്നും എനിക്ക് മറുപടിയില്ല. ധർമ്മൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി അമ്മയും പറഞ്ഞോളൂ, കേൾക്കാം. അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പറ്റിപ്പോയി. അനുഭവിക്കാൻ വിധി കിടക്കുന്നു. അവൻ എന്നെ പറഞ്ഞോട്ടെ. പക്ഷെ പാവം ബാലേട്ടനെ. അമ്മേ, ജീവിതത്തിൽ ആദ്യമായിട്ട് ബാലേട്ടൻ ഒരാളോട് മാപ്പ് പറയുന്നത്. പക്ഷെ അവനങ്ങ് ചവിട്ടി തേക്കും പോലെയല്ലേ അമ്മയെ പെരുമാറിയത്? ബാലേട്ടൻ അകത്ത് വന്ന് കരയായിരുന്നു. അറിയാം അമ്മയ്ക്ക്. അമ്മയും കുറയ്ക്കണ്ട, പറഞ്ഞു. അവനെന്റെ മകനാണെന്ന് അവൻ പറഞ്ഞു. അതിപ്പോ അമ്മയും പറഞ്ഞു. മക്കളോട് രക്ഷിതാക്കൾ ചില സാഹചര്യങ്ങളിൽ ചോദിക്കില്ലേ, നീ മേശയിന്ന് പൈസ എടുത്തോ, പേഴ്സിന്ന് പൈസ എടുത്തോന്നൊക്കെ? ഇല്ലേ? ചോദിക്കില്ലേ? അതല്ലേ അമ്മയെ ബന്ധം. എന്താ എന്താ അമ്മ ഇവിടെ? എല്ലാവരോടും എല്ലാത്തിനോടും ഞാൻ പകരം ചോദിക്കുന്നുണ്ട്. എന്റെ ഭർത്താവേ, ഗോമതി സ്റ്റോർ ബാലന് പകരം ചോദിക്കാൻ വരുമ്പോ പറഞ്ഞിട്ട് വരണം. നിന്നെ ഞാൻ ഉണ്ടായിരിക്കും. ഈ കാണിക്കുന്നതിനൊക്കെ പ്രതിഫലം കിട്ടിയിരിക്കും. കൃഷ്ണമംഗലത്തെ ആരോ എന്തോ ഒരു പണി തന്നിട്ടുണ്ടെന്ന് തോന്നുക. എന്തായാലും താമ്പാ, നമുക്കിപ്പോ തന്നെ പോവാം. പോലീസ് ആവേണ്ട ആള് സ്റ്റേഷനിൽ പോകാൻ പേടിക്കുന്നുണ്ട്. വാടോ പോലീസേ.